ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വച്ചു. അതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടായി. ഭാരതാംബയുടെ ചിത്രം അവിടെ വച്ചത് കൊണ്ട് ആർക്കെന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. എന്നാൽ അത് ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് എന്നാണ് പല രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ അവകാശപ്പെട്ടത്. ഭാരതാംബയുടെ ചിത്രം എന്നത് ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രതിബിംബമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഭാരതാംബയ്ക്ക് ചിത്രം കാലങ്ങളായി ഉപയോഗിക്കുന്ന ചിത്രം പലപ്പോഴും കണ്ടിട്ടുള്ളത് ആ ചിത്രം തന്നെയാണ്. അതിന് വേറെ വിധത്തിലുള്ള ചിത്രങ്ങളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം നമ്മൾ പലപ്പോഴും ഓരോ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് ഈ ഭാരതാംബയുടെ ചിത്രമൊക്കെ കണ്ടിട്ടുള്ളത്. അതല്ലാതെ ഭാരതാംബയുടെ ചിത്രം ഒരു പൊതുവായുള്ള സ്ഥലത്ത് വാങ്ങാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല. ഇവിടുത്തെ ദൈവങ്ങളുടെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഭാരതാംബയുടെ ചിത്രമൊന്നും പലയിടത്തും വിൽക്കുന്നതായും കണ്ടിട്ടില്ല. എന്തെങ്കിലും ക്ഷേത്രമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപരിപാടികളിലൊക്കെ വളരെ റെയറായിട്ട് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഭാരതാംബയുടെ ചിത്രം പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു ചിത്രം അവിടെ വച്ചതുകൊണ്ട് അത് ഒരു ഹിന്ദുത്വവൽക്കരണമായി കാണേണ്ടതുണ്ടോ? കാരണം ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ കേരളത്തിലാണ് ഇന്ത്യ രാജ്യത്തിലെ ആണെങ്കിലും ദേശീയ ഉത്സവങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഹോളി ആണെങ്കിൽ തന്നെയും ദസറയാണെങ്കിൽ തന്നെയും തമിഴ്നാട്ടിൽ പൊങ്കലും ആണെങ്കിൽ തന്നെയും കേരളത്തിലെ ഓണമാണെങ്കിൽ തന്നെയും ഒക്കെ ദേശീയ ഉത്സവങ്ങളെല്ലാം ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. കാരണം മതേതരമായൊരു രാജ്യത്ത് അങ്ങനെ ഇതുണ്ടാവണമെങ്കിൽ അതിവിടെ നേരത്തെ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു പിന്തുടർന്ന് പോരുന്ന ഒരു കാര്യമായതുകൊണ്ടാകാം. അതല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായതുകൊണ്ടോ ആകാം. എന്തായാലും ഈ ഭാരതാംബ എന്ന ചിത്രവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാവാം ഉണ്ടായിട്ടുള്ളത്. അമ്മ എന്ന സങ്കല്പവുമൊക്കെ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായത് കൊണ്ടാവാം അത്തരം വിമർശനങ്ങൾക്ക് കൂടുതൽ കാരണമായി മാറുന്നതും. പലപ്പോഴും ഈ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഇതുകൂട്ടെല്ലാം വരുമ്പോൾ അതിനെ BJP RSS ഏറ്റെടുക്കുന്നത് കൊണ്ടാവാം അത് ഹിന്ദു അജണ്ടയുടെ ഭാഗമായി മാറുന്നതും അത് കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നതും. ഇപ്പോൾ രാജ്ഭവനിൽ ഉണ്ടായതും അത്തരത്തിലൊരു സംഗതിയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഇതിൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു ഫോട്ടോ വച്ചതുകൊണ്ടോ അതിൽ വിളക്ക് തെളിച്ചുകൊണ്ടോ ഒന്നും ഒരു മതേതര സംസ്കാരത്തിന് മൂല്യത്തകർച്ച ഉണ്ടാകേണ്ട കാര്യവും ഇല്ല. അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യം.